വളരെ സന്തോഷമുള്ളൊരു കാര്യം, നമ്മുടെ അഭിമാനം ഒളിമ്പ്യൻ പി ടി ഉഷയ്ക്ക് ഇന്ന് 60-ാം പിറന്നാളാണ്. അവർക്ക് ഇന്ന് 60 വയസ്സ് തികയുന്നു. ഇന്ത്യയുടെ കേരളത്തിൻ്റെ പയ്യോളി എക്സ്പ്രസ്സിന് എല്ലാവിധമായ പിറന്നാൾ ആശംസകളും 24 നേരുന്നു. അതേപോലെ കായിക ലോകവും ആശംസകൾ നേരുന്നു. പി ടി ഉഷയ്ക്ക് തുല്യം പി ടി ഉഷ മാത്രം. പി ടി ഉഷ ഇന്ത്യ എന്നെഴുതിയാൽ ശരിയായ വിലാസത്തിൽ കത്ത് കിട്ടുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 80കളിലും 90കളിലും ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ മുഖവും പ്രതീക്ഷയുമായിരുന്നു പി ടി ഉഷയെന്ന പയ്യോളിക്കാരി. ഉഷയും പരിശീലകൻ OM നമ്പ്യാരും മലയാളിയുടെ ചർച്ചകളിൽ നിറഞ്ഞു. 1977 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ സ്കൂൾ റെക്കോർഡ് തകർത്തുകൊണ്ട് തുടങ്ങിയ തേരോട്ടം ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ വിജയങ്ങൾ ഒന്നൊന്നായി വെട്ടിപ്പിടിച്ച ഉഷ 1980 മോസ്കോ ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി. ഇന്ത്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെയും ഉഷയുടെ ജീവിതത്തിലെയും ഏറ്റവും നൊമ്പരപ്പെടുത്തുന്നതും തിളക്കമേറിയതുമായ ഏടായിരുന്നു 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ്. 400 മീറ്റർ ഹർഡിൽസിൽ മെഡലിലേക്ക് കുതിച്ച ഉഷ സെക്കൻഡിന്റെ 100-ൽ നാലാമതായി. രാജ്യം കണ്ണീരിലാണ്ടു. ഒളിമ്പിക്സ് നഷ്ടം ഊർജമായി കണ്ട ഉഷ വിവിധ യൂറോപ്യൻ മീറ്റുകളിലായി 4 വെള്ളിയും 5 വെങ്കലവും നേടി കരുത്തു തെളിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ 5 സ്വർണ്ണ മെഡൽ നേടിയ ഉഷയെ സ്വർണം ഖനനം ചെയ്യുന്ന കമ്പനി എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. പത്മശ്രീയും അർജുന പുരസ്കാരവും രാജ്യസഭാംഗത്വവും നൽകിയാണ് നാട് ഉഷയെ ആദരിച്ചത്. ഭാവി താരങ്ങളെ വാർത്തെടുക്കാൻ സ്ഥാപിച്ച ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കായിക കേരളത്തിന് സമ്മാനിച്ചത് ഒട്ടനവധി ഒളിമ്പ്യന്മാരെ. 60ലേക്ക് ഓടിയെത്തുമ്പോഴും ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ പാരീസ് ഒളിമ്പിക്സിനുള്ള താരങ്ങളെ തയ്യാറെടുപ്പിക്കുന്ന തിരക്കിലാണ് പി ടി ഉഷ. തനിക്ക് നഷ്ടപ്പെട്ട ട്രാക്കിലെ മെഡൽ ഇത്തവണയെങ്കിലും ഇന്ത്യയിലെത്തുമെന്ന പ്രതീക്ഷയോടെ. സ്പോർട്സ് ഡെസ്ക് 24.